ഹലോ ഗൈസ്, വെൽക്കം ടു സിലിക്കൺ ഏജ് മലയാളം. അപ്പോൾ സിലിക്കൺ ഏജ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആപ്പ് ബേസ്ഡോ റിവ്യൂ ബേസ്ഡോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ ടെക് ന്യൂസുമായിട്ടാണ്. അതെ, തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വിൻഡോസ് 11 റിലീസായിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 എത്തിയിരിക്കുകയാണ് ഒടുവിൽ. ഇന്നലെയാണ് ഇതിൻ്റെ ലോഞ്ച് നടന്നത്. ഏറെ പ്രതീക്ഷയ്ക്കുള്ള വകവെച്ചുകൊണ്ടാണ് വിൻഡോസ് 11 വരവ്. ഏകദേശം 6 വർഷം മുമ്പാണ് വിൻഡോസ് 10 എത്തിയത്. എന്നാൽ അതൊരു മിക്സഡ് പ്രതികരണമാണ് വിൻഡോസ് 10 ലഭിച്ചത്. ഇത്തവണ വരുന്ന വിൻഡോസ് 11 ഏറെ പ്രതീക്ഷയ്ക്കുള്ള വകവെച്ചുകൊണ്ടാണ് വരവ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് പുതിയ വിൻഡോസ് 11 വരവ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ, ഈ വിൻഡോസിൽ നമുക്ക് ആൻഡ്രോയിഡ് ആപ്സ് റൺ ചെയ്യാൻ സാധിക്കും. ഒരു മികച്ച എക്കാലത്തെയും വെച്ച് ഏറ്റവും ഒരു മികച്ച ഫീച്ചറാണ് ഈ വിൻഡോസിൽ വന്നിരിക്കുന്നത്. ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടറിലാണ് വിൻഡോസ് 11 ലഭിച്ചു തുടങ്ങുക. ഇപ്പോൾ വിൻഡോസ് 10 OEM വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇറങ്ങുന്ന പുതിയ ലാപ്ടോപ്പുകളിൽ എന്തുകൊണ്ടും വിൻഡോസ് 11 പ്രതീക്ഷിക്കാം. വിൻഡോസ് 11 പൂർണ്ണമായും macOS സാമ്യമായ രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലുക്ക് നോക്കിയാൽ ശരിക്കും macOS പോലെ തന്നെ ഉണ്ടാവും. ഇത് എല്ലാം കൊണ്ടും ഒരു പുതിയ ഫീൽ നമുക്ക് നൽകും. പഴയ വിൻഡോസിനേക്കാളും എന്തുകൊണ്ടും തീം കൂടുതൽ എൻഹാൻസ്മെൻറ്റോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ട് മെനു ടാസ്ക് ബാറിൻ്റെ നടുവിലേക്ക് ആക്കിയിട്ടുണ്ട്. പഴയ വിൻഡോസുകളിൽ അത് സൈഡായിരുന്നു. പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇത് പൂർണ്ണമായും വിൻഡോസ് 10 ബെറ്റർ ടച്ച് ആൻഡ് ഗസ്റ്ററോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, ഈസി ആയിരിക്കും. ഇത് macOS പോലെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് കാരണം വിൻഡോസ് 8-ലും 10-ലും ഉള്ളതുപോലെ ടൈൽസ് ഇതിൽ ഉണ്ടാവുന്നതല്ല. ഇത് സാധാ ഒരു ഈസി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും ഈ വിൻഡോസ്. മൾട്ടി ടാസ്കിൻ്റെ കാര്യമെടുത്താൽ പൂർണ്ണമായും സ്നാപ്പ് ലേഔട്ട് എന്നൊരു പുതിയ രീതിയിലാണ് ഇതുള്ളത്. സ്നാപ്പ് ഗ്രൂപ്പ്, സ്നാപ്പ് ലേഔട്ട്, അതായത് വിവിധ ലേഔട്ട് ഓപ്ഷനോട് കൂടിയായിരിക്കും ഇത് ഉണ്ടാവുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്ന ഒരു പ്രത്യേകത എന്താണ്, സ്റ്റാർട്ട് മെനു മൈക്രോസോഫ്റ്റ് 365 സഹായത്തോടു കൂടിയാണ് ഉള്ളത്. ഇത് എന്തിനാണെന്നാൽ, നമ്മൾ ഉപയോഗിച്ച ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിലുള്ള, അതായത് ആൻഡ്രോയിഡ് iOS-ലുള്ള ഡോക്യുമെൻറ്റ്സിനെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ നിർമ്മിച്ചത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റോറിനെ പറ്റിയാണ്, ആപ്ലിക്കേഷൻ സ്റ്റോർ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റോർ എന്തുകൊണ്ടും ആൻഡ്രോയിഡ് ആപ്സ് സപ്പോർട്ടോടു കൂടിയാണ് വന്നിരിക്കുന്നത്. എക്കാലത്തെയും മികച്ച ഒരു വിൻഡോസ് തന്നെയായിരിക്കും വിൻഡോസ് 11. കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഈ ആൻഡ്രോയിഡ് ആപ്പ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. തേർഡ് പാർട്ടി ആൻഡ്രോയിഡ് ആപ്സും റൺ ചെയ്യാൻ സാധിക്കും. പിന്നൊരു കാര്യം എടുത്താൽ, ഗെയിമിങ്ങിന് വളരെയേറെ മുഖ്യത്വം കൊടുത്തുകൊണ്ടാണ് വിൻഡോസ് 11 വരവ്. ഗെയിമിങ്ങിൻ്റെ കാര്യമെടുത്താൽ വളരെയേറെ മികച്ച ഒരു എൻഹാൻസ്മെൻ്റ് ആണ് വിൻഡോസ് 11 ഓട്ടോ HDR എക്സ്ബൂസ്റ്റ് ഗെയിമിനെയും ആക്സസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.